ഹായ്, ഹാർട്ട് റേറ്റുകളെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? നിങ്ങളുടെ നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാണെന്ന് എത്ര പേർക്ക് അറിയാം? ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ. ഇരിങ്ങാലക്കുട സെയിൻറ്റ് ജോസഫ്സ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനാണ്. സ്വതവേ അതിനൊരു റേഷ്യോ ഉണ്ട് ഹാർട്ട് റേറ്റിന് പറയുമ്പോൾ. മുൻപൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് 72 എന്നുള്ളതാണ്. പൊതുവേ എല്ലാവരും മനസ്സിലുള്ളത് 72 നോർമൽ ഹാർട്ട് റേറ്റ് എന്നാണ്. അതല്ല, ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് മെഡിക്കൽ പ്രൊഫഷനിൽ പറയുന്നത് 60 മുതൽ 100 എന്നുള്ള ഒരു റേഷ്യോ ആണ്. 60 മുതൽ 100 വരെ നോർമൽ ഹാർട്ട് റേറ്റ് ആയിട്ടാണ് പറയപ്പെടുന്നത്. അതാണ് നോർമൽ ഹാർട്ട് റേറ്റ്. ഇനി ഇത് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് എത്രയാണ് എന്നറിയാം. നിങ്ങളുടെ ഹാർട്ട് റേറ്റ് 60നും 100ലും ഇടയിലുള്ളതാണോ, അല്ലെങ്കിൽ 60ന് താഴെയാണോ, 100ന് മുകളിലാണോ എന്നൊന്നും അറിയാം. അതിനറിയാനുള്ള ഒരു മാർഗം, നിങ്ങളുടെ കൈകളിൽ റേഡിയൽ ആർട്ടറി ഉണ്ട്. ഈ റിസ്റ്റിൻ്റെ ഈ ഭാഗത്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 വിരൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്ന ഇവിടെ ആർട്ടറി ഉണ്ട്, ഈ 2 സൈഡിലുണ്ട്. ഇവിടെ 3 വിരൽ വെച്ചാൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് അറിയാൻ പറ്റും. അത് എടുക്കേണ്ടത് 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യുന്നു എന്നതാണ് ഹാർട്ട് റേറ്റിനെ മെഷർ ചെയ്യുന്ന ഒരു രീതി. അത് 30 സെക്കൻഡിൽ എടുക്കാം, ഇൻറ്റു 2 എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 60 സെക്കൻഡിൽ എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങളുടെ ഹാർട്ട് റേറ്റ്, നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാണ് എന്നുള്ളതാണ്. അതൊരു പക്ഷേ 60ന് താഴെയാണെങ്കിൽ അത് പ്രശ്നമാണോ, 100ൽ മേലെയാണെങ്കിൽ പ്രശ്നമാണോ? അതിൽ തന്നെ ചെറിയൊരു കാര്യം പറയുന്നത്, 13 വയസ്സ് മുതലുള്ള വ്യക്തികൾക്കാണ് 60 മുതൽ 100 വരെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. സ്പോർട്സുകാരുടെ ഹാർട്ട് റേറ്റ്, ആക്റ്റീവായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നവരുടെ ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും കുറവായിരിക്കും അടുത്ത ഒരു ചോദ്യമാണ്. പൊതുവെ പറയുന്നത്, സ്പോർട്സിൽ ആക്റ്റീവായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന, ഫിറ്റ്നസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ, ആ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഹാർട്ട് റേറ്റ് അവർ കുറവായിരിക്കും. ഹാർട്ട് എഫിഷ്യൻസി കൂടുന്നു, ഹാർട്ട് റേറ്റ് കുറയുന്നു. അപ്പം അവരുടെ ഹാർട്ട് റേറ്റ് ഒരു പക്ഷേ ഹൈ ഇൻവോൾവ്മെൻറ്റ് സ്പോർട്സിലുള്ളവരാണെങ്കിൽ 40 മുതൽ 60 ആണ് 1 മിനിറ്റിലുള്ള ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. 40-60 ആ റേഞ്ചിലാണ് പറയുന്നത്. അപ്പം അവരുടെ ഹാർട്ട് റേറ്റ് കുറയും. വളരെ നോർമലായിട്ട് നടക്കുന്ന ആൾക്കാർ 60ന് താഴെയോ 100ന് മേഖലയോ ആണെങ്കിൽ അവരൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, അങ്ങനെ കൂടുതലാണെങ്കിൽ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട് ഡോക്ടേഴ്സിനെ. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നേരെ മറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത്. നേരെ മറിച്ച് നല്ല ഫിറ്റ്നസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് പോയി കാണേണ്ട ആവശ്യമില്ല. 60ന് താഴെ ആയിരിക്കും അവരുണ്ടാവുക എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. ചെറിയ കുട്ടികളുടെ ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും, 100നേക്കാളൊക്കെ മേലെ ആയിരിക്കും ചെറിയ കുട്ടികൾ. അത് തന്നെ പല പല ഏജുകളിലുള്ള ഡിഫറൻസസ് പറയുന്നുണ്ട്. അപ്പം ഹാർട്ട് റേറ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഹാർട്ട് റേറ്റിനെ കുറിച്ചൊക്കെ പലപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പേഴ്സണലി എൻ്റെ ഹാർട്ട് റേറ്റ് എത്രയാണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഞാൻ ഈ പറഞ്ഞ 2 ഓപ്ഷൻസാണ്. നമ്മുടെ ഹാർട്ട് റേറ്റ് എത്രയാണ്, നമ്മുടെ ഹാർട്ട് റേറ്റ് നോർമലാണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുക. എന്തെങ്കിലും ഒരു വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷനായിട്ട് കൺസൾട്ട് ചെയ്യുക, ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക, റീസൺ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രൊസീജിയർ പോവുക. അപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് എത്രയാണ് എന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. താങ്ക് യു.